പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മൂന്നാമതൊരു രാജ്യത്തിന് കൈമാറാൻ ഇറാൻ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണമായാണ് ഇറാൻ ഈ നിലപാട് സ്വീകരിച്ചതെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൈമാറിയ യുറേനിയം തിരികെ നൽകണമെന്ന നിബന്ധന ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന യുഎസിന്റെ ആവശ്യവും ഇറാൻ തള്ളി. ഇറാന്റെ നീക്കം മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷ. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുന്നതിനും ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിനുമായി ഇറാനിലെ യുറേനിയം ശേഖരം നീക്കം ചെയ്യണമെന്നും രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. അതേസമയം നിർദ്ദേശങ്ങൾക്ക് ഇറാൻ ആദ്യം നൽകിയ മറുപടി തികച്ചും അസ്വീകാര്യമാണെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചു. ചർച്ചകളിൽ മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി ലഭിച്ച ഇറാന്റെ മറുപടി തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും സമാധാന ചർച്ചകൾ ഇതോടെ അനിശ്ചിതത്വത്തിലായെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രതികരിച്ചു. എന്നാൽ ഇറാന്റെ മറുപടിയിലെ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ സമാധാന ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ആണവ പദ്ധതികളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തടസ്സമായി തുടരുകയാണ്. അതേസമയം ഇറാൻ യുഎസ് നയതന്ത്ര ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമ താവളത്തിൽ ഇറാൻ ജെറ്റുകൾക്ക് സംരക്ഷണം ഒരുക്കിയതായി റിപ്പോർട്ട്. ഇറാന് മേൽ ഇസ്രയേൽ യുഎസും നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഇറാന്റെ ജെറ്റുകൾ നൂർഖാൻ എയർബേസിൽ പാർക്ക് ചെയ്യാൻ പാകിസ്ഥാൻ അനുവാദം നൽകിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇതിൽ സൈനിക വിമാനങ്ങൾ ആ വിമാനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാൻ തങ്ങളുടെ ചില സിവിലിയൻ വിമാനങ്ങൾ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിലും പാർക്ക് ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ പ്രധാന പ്രതിരോധ ആസ്തികളിൽ പലതും റാവൽപിണ്ടിക്ക് പുറത്തുള്ള നൂർഖാനിലെ പാകിസ്ഥാൻ വ്യോമസേനാ താവളത്തിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിയൻ എയർഫോഴ്സ് RC-130, ലോക്ഹീഡ് നിർമ്മിച്ച C-113, ഹെർക്കുലീസ് എന്നിവ പാകിസ്ഥാനിലേക്ക് മാറ്റിയതായും റിപ്പോർട്ട് പറയുന്നു. ഏപ്രിൽ ആദ്യം പ്രസിഡന്റ് ട്രംപ് ഇറാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് നൂർഖാൻ ബേസിലേക്ക് വിമാനങ്ങൾ അയച്ചതെന്ന് യുഎസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി CBS റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇറാന്റെ ശേഷിക്കുന്ന ചില സൈനിക വ്യോമയാന ആസ്തികൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലേക്ക് മാറ്റിയതെന്നാണ് വിവരം. ഇരുവിഭാഗത്തിനുമിടയിൽ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്ന ഇസ്ലാമാബാദിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന നടപടി യുഎസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. മുതിർന്ന റിപ്പബ്ലിക്കൻ സെനറ്ററും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയുമായ ലിൻഡ്സി ഗ്രഹാം ചർച്ചയിൽ പാകിസ്ഥാന്റെ നയതന്ത്ര പങ്ക് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ട് കൃത്യമാണെങ്കിൽ ഇറാനും അമേരിക്കയും മറ്റ് കക്ഷികളും തമ്മിലുള്ള മധ്യസ്ഥതയിൽ പാകിസ്ഥാൻ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പുനരാലോചന ആവശ്യമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. മേഖലയിൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി യുഎസ് മുന്നോട്ട് വച്ച 14 നിർദ്ദേശങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഉയർത്തിയ ഉപാധികൾ അസ്വീകാര്യമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നത്. തങ്ങൾക്കുമേൽ യുഎസ് അനാവശ്യ ഉപാധികൾ വയ്ക്കുകയാണെന്ന് ട്രംപിന് ഇറാനും മറുപടി നൽകി. നിലവിൽ ഇറാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എണ്ണക്കപ്പൽ ഗതാഗതത്തിൽ നിർണായകമായ ഹോർമൂസ് സംഘർഷ നിഴലിലാണ്. ഉപാധികൾ പരസ്പരം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യ ഒരിക്കൽ കൂടി യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെയും പ്രസ്താവനയ്ക്ക് പിന്നാലെ എണ്ണവിലയും കുതിച്ചുയർന്നു. യുഎസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് ചർച്ചകളിൽ മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ മറുപടി നൽകിയത്. ഇറാന്റെ പ്രതിനിധികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ പ്രതികരണം വായിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, തികച്ചും അസ്വീകാര്യമാണെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.